ഞാൻ പറഞ്ഞു സ്വരാജ് ഒരു കാര്യം പറയാം, സമരത്തിൻ്റെ കാര്യം പറയാൻ ഇങ്ങോട്ട് വരണ്ട. ഒരു കാര്യത്തിന് വേണ്ടി നിന്നാൽ ജീവൻ പോയാലും അവിടെ നിന്ന് വിട്ടുമാറും. എന്നോടുള്ള ബഹുമാനവും വളരെ വ്യത്യസ്തമാണ്. സ്റ്റഡീഡാണ് അത്. അന്ന് തൊട്ടേ അതാണ് പ്രത്യേകത പുള്ളിയുടെ. ഏത് വിഷയം അവതരിപ്പിക്കുന്ന ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് അവതരിപ്പിച്ച കൺവിൻസിങ് ആണ്. അസാധാരണ ഗുരുത്വമാണ്, അസാധാരണ ഗുരുത്വമുള്ളൂ. ചുങ്കത്തറ മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഏറെ പ്രിയങ്കരനായ പ്രിൻസിപ്പളാണ് പ്രൊഫസർ സാമുവൽ ജോസഫ് സാറ്. എം സ്വരാജ് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിയായിരുന്നു. ചുങ്കത്തറ മാർത്തോമ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന നിലയിൽ മാത്രമല്ല, കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിലും SFIയുടെ നേതൃത്വത്തിലേക്കൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ എം സ്വരാജിന് വളരുവാനായിട്ട് സാധിച്ചിരുന്നു. എം സ്വരാജിനെ കുറിച്ചിട്ടുള്ള സാറിൻ്റെ ഓർമ്മകൾ. ചെന്നപ്പോൾ സ്വരാജ് ഉണ്ട് അവിടെ. പെട്ടെന്ന് ആ നേതൃത്വ പാഠവും മനസ്സിലാക്കിയാണല്ലോ ഞാൻ ആളിനെ തിരിച്ചറിഞ്ഞു. കൊളനട, കൊളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വീട് അവിടെയാണ്. വളരെ സ്ട്രഗിൾ ചെയ്തൊക്കെ പുള്ളി കാര്യങ്ങൾ. പെർഫെക്റ്റ് സ്റ്റഡീഡാണ് അത്. അന്ന് തൊട്ടേ അതാണ് പ്രത്യേകത പുള്ളിയുടെ. ഏത് വിഷയം അവതരിപ്പിക്കുന്ന ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് അത് അവതരിപ്പിച്ച കൺവിൻസിങ് ആണ്. നമുക്കതിനെക്കുറിച്ച് സംശയം വരുന്നില്ല. അതായിരുന്നു സ്വരാജിൻ്റെ ഒരു പ്രത്യേകത. എന്നെ ഹടാൽ ആകർഷിച്ചത്, നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അന്നും ഇല്ല ഇന്നുമില്ല, നമ്മളിങ്ങനെ ഒന്നുമല്ലാത്ത പരുവത്തിൽ നിൽക്കുന്നയാളാണ്. അപ്പോൾ അവിടെ ആർക്കും അങ്ങനൊരു രാഷ്ട്രീയ ചായ്വ് എനിക്ക് പറയാനിടയാവരുത് എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്വരാജിനെയും നല്ലതുപോലെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് പിന്നെ കേശുവിൻ്റെ നേതാവ് ഇല്ല. ഞാനിരിക്കുമ്പോൾ സ്വരാജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചെയർമാൻ. ആദ്യമായിട്ട് ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാനായി അദ്ദേഹം തെരഞ്ഞെടുക്കും. കൊളനടയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്. എനിക്കതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. സ്വരാജ് പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. സ്വരാജിന് എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള ബഹുമാനവും വളരെ വ്യത്യസ്തം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തോ somehow he respect me, he has got a regard for me. വിദ്യാർത്ഥിയായിരുന്ന കാലത്തുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് എന്നോട് സമരത്തിൻ്റെ കാര്യം പറയാൻ വീട്ടിൽ വരും. ഞാൻ പറയും സ്വരാജ് ഒരു കാര്യം പറയാം, സമരത്തിൻ്റെ കാര്യം പറയാൻ ഇങ്ങോട്ട് വരണ്ട. നമ്മൾ പഠിക്കാനായിട്ടാണ് കോളേജ് ഉണ്ടാക്കിയത്, അവിടെ പഠിപ്പിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് എന്ത് വന്നാലും കോളേജിലെ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാനൊക്കത്തില്ല. അവൻ അവിടെ നിന്ന് വട്ടം കറങ്ങും. അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ കൂടി കുറേ അങ്ങ്, സാറേ ഇത് സാറിൻ്റെ ഫൈനൽ ഇതാണോ? ഞാൻ പറഞ്ഞു നിന്നോട് എനിക്കിതേ പറയാനുള്ളൂ, നമ്മൾ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത് പഠിക്കാൻ, അതുകൊണ്ട് നീയും കയറി ഇരുന്ന് പഠിക്കണമെന്നല്ല, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പം ഞാൻ ചെറിയ ചിരിയോടാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ സാറിനോടൊരു കാര്യം അപേക്ഷിക്കട്ടെ. എന്ത് സിമ്പിളായിട്ടാണ് പറയുന്നറിയാം. ഞാൻ സാറിനോടൊരു കാര്യം അപേക്ഷിക്കട്ടെ. എന്താ കുഞ്ഞ്? ഉച്ച കഴിഞ്ഞ് പഠനം വേണ്ട, ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് സമരം ചെയ്തോളാം. ഞാൻ പറഞ്ഞു എടാ അതുകൊണ്ട് എന്തോ സാധിക്കാനാ? ഉച്ച കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകും, നിങ്ങൾ സമരം ചെയ്തെന്ന് വരും, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാർ ഉച്ച കഴിഞ്ഞ് ഞങ്ങളെ അങ്ങൂടാം. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഉച്ച കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾ സമരമൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഇറക്കിക്കൊണ്ട് അങ്ങ് പോകും. അപ്പം നിങ്ങളുടെ കാര്യം നടക്കുക, ഞാൻ ഉച്ച കഴിഞ്ഞ് ക്ലാസ് നടത്തിയെന്നും പറയും. അതുകൊണ്ട് അങ്ങനെ ആയാലും എന്താ, എന്നാ അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ സമരം. ഇതായിരുന്നു അന്നത്തെ അപ്രോച്ചിൻ്റെ ഭയങ്കര. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് വിശ്വസിച്ച് ഏത് കാര്യവും ഏൽപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. അസാധാരണ ഗുരുത്വമാണ്, അസാധാരണ ഗുരുത്വമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനേകർക്ക് ഇല്ലാത്തതായിട്ടുള്ള ഒരു ക്വാളിറ്റി. ഒരു കാര്യത്തിന് വേണ്ടി നിന്നാൽ ജീവൻ പോയാലും അവിടെ നിന്ന് വിട്ടുമാറും. എന്ത് വന്നാലും ഇടത്തോട്ടും വലത്തോട്ടും മാറും. ആ പ്രിൻസിപ്പിൾ ഹോൾഡ് ഓൺ ചെയ്യാനുള്ള അസാധാരണമായ മികവുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരന്. പുള്ളിക്കോ? എനിക്ക് തോന്നുന്നത് ധാർഷ്ട്യമല്ല, അത് അറിവിന്റെ മികവിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴുള്ള ആ തികഞ്ഞ ബോധം, അവബോധം, ആ പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള തൻ്റെ ആ ഉറച്ച തീരുമാനവും അതിനെക്കുറിച്ചുള്ള ഉറച്ച ബോധവും, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമമാണ് അദ്ദേഹം എപ്പോഴും നടത്തുന്നത്. അതിനകത്ത് ആത്മാർത്ഥതയുണ്ട്, അതിനകത്ത് സത്യസന്ധതയുണ്ട്. അതൊരു വലിയ പതിവായ വലിയ സന്തോഷമായിട്ട് അദ്ദേഹം കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വൈഫിനെയും കൂട്ടിക്കൊണ്ട് വരാം, ഇവിടെ വരാതിരിക്കാൻ ഒക്കത്തില്ല ഞങ്ങൾക്ക് എന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. അപ്പോൾ ആ ബന്ധങ്ങൾക്കൊക്കെ ആ ഒരു ഊഷ്മളതയും
ഒരു വൈകാരികതയും നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സ്വരാജ്. സാറിന്റെ ഈ ശിഷ്യൻ ഒരു 10-15 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് കാണാൻ നമുക്ക് കഴിയുമോ? ഇത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. കാരണം അതുപോലെ താലന്തുള്ള, അതുപോലെ കഴിവുള്ള, സംഘടനാ പാഠവുമുള്ള ചുരുക്കം വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. ചുങ്കത്തറ കോളേജിൽ മാത്രമല്ല, ഞാൻ ചെങ്ങന്നൂർ കോളേജിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു 30 വർഷം. ഈ സ്ഥലത്തൊക്കെ ഞാൻ പല നേതാക്കന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും വളർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തയാളാണ്. പക്ഷേ എം സ്വരാജ് അവരിൽ നിന്നൊക്കെ വേറിട്ട്. അത് അവൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്. ആശയങ്ങളെ ഉൾക്കൊള്ളാനും അത് മുറുകെ പിടിക്കുവാനും തലപോയാലും വിട്ടുകൊടുക്കാതെ അതിനെ അനുസ്മരിപ്പിക്കുവാനും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എവിടെ എത്തിയാലും ആത്മാർത്ഥത കൈവിടുകയോ സത്യസന്ധതയുടെ വഴി വിട്ടുമാറുകയോ ചെയ്യും. ഉറപ്പാണ്. അധ്യാപകർ നൽകിയതിന് വലിയ ഒരു സംഭാവനയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ വളർത്തിയെടുത്ത നേതൃത്വ നിരയിലേക്ക് വരുന്ന യുവ നേതാക്കന്മാരിൽ അനന്യസാധാരണമായിട്ടുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരാളായിരിക്കും സ്വരാജ് എന്നുള്ളതിൽ യാതൊരു സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.